കുഞ്ഞുങ്ങളെ ചോദ്യം ഇതാണ്: മണിക്കൂറിൽ 54 km/h വേഗതയിൽ ഓടുന്ന ഒരു ട്രെയിൻ 18 സെക്കൻഡ് കൊണ്ട് ട്രാക്കിനരികിൽ നിൽക്കുന്ന ഒരു മരത്തിനെ കടന്നുപോയെങ്കിൽ ട്രെയിനിൻ്റെ നീളം എത്ര എന്നാ? അപ്പം തന്നിരിക്കുന്ന പാരാമീറ്റേഴ്സ് ചെക്ക് ചെയ്താൽ സ്പീഡ് തന്നിട്ടുണ്ട്. സ്പീഡ് എത്രയാ? 54 km/h ആണ്. ഇവിടെ സമയം തന്നിട്ടുണ്ട്, പക്ഷെ അത് സെക്കൻഡിലാണ്. അപ്പോൾ എന്തായാലും സ്പീഡിനെ ഇങ്ങനെ മണിക്കൂറിൽ സ്പെസിഫൈ ചെയ്തിട്ട് കാര്യമില്ല. ഇതിനെ നമുക്ക് മീറ്റർ പെർ സെക്കൻഡിലോട്ട് കാൽക്കുലേഷന് വേണ്ടി മാറ്റേണ്ടതുണ്ട്. അപ്പോൾ നോക്കുക, 54 km/h മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ എന്താ ചെയ്യേണ്ടത്? നമ്മൾ പഠിച്ചിട്ടുണ്ട് 5/18 കൊണ്ട് ഗുണിച്ചാൽ മതി, അത് മീറ്റർ പെർ സെക്കൻഡിലായിക്കോളും. ഇവിടെ എങ്ങനെ ക്യാൻസലേഷൻ? 18 കയറി 54 വിട്ടും 18 × 3 54. അപ്പോൾ എന്താ വരിക? 3 × 5 15 മീറ്റർ പെർ സെക്കൻഡാണ് ആ ട്രെയിനിൻ്റെ സ്പീഡെന്ന് മനസ്സിലായി. ഇനി എന്തു പറയുന്നുണ്ട്? സമയം തന്നിട്ടുണ്ട്. എത്ര സമയം കൊണ്ടാണ് മറികടന്ന് പോകുന്നത്? 18 സെക്കൻഡ് കൊണ്ടാണ് മറികടന്ന് പോകുന്നത്. ക്ലിയർ ആയോ? ഇത്രയും എന്താ കണ്ടുപിടിക്കേണ്ടത്? ട്രെയിനിൻ്റെ നീളമാണ്, ലെങ്താണ് കാണേണ്ടത്. ഓക്കെ ആണോ? ഒരു ട്രെയിൻ ഒരു മരത്തിനെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ മറികടക്കുന്ന ചോദ്യങ്ങളിൽ ട്രെയിനിൻ്റെ ലെങ്തായിട്ട് നമ്മൾ എടുക്കുന്ന എന്താണ്? ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ നമുക്കിവിടെ എന്ത് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചാൽ മതി? ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചാൽ മതി. സ്പീഡും ടൈമും ഉണ്ടെങ്കിൽ ഡിസ്റ്റൻസ് കാണുന്ന ഇക്വേഷൻ എന്താ? സ്പീഡ് ഇൻറ്റു ടൈമാണ്. സ്പീഡ് എത്രയാ? 15 ആണ്. ടൈം എത്രയാ? 18 ആണ്. 15 × 18 എത്രയാ ആൻസർ? 270 മീറ്ററാണ് ആ ട്രെയിൻ ട്രാവൽ ചെയ്ത ദൂരം. അത് തന്നെയാണ് ആ ട്രെയിനിൻ്റെ ലെങ്തും. അപ്പോൾ നമ്മുടെ ആൻസർ 270 മീറ്റർ. ക്ലിയർ ആയോ എൻ്റെ കുട്ടികൾക്ക്? ഓക്കെ അല്ലേ? ശരി, താങ്ക് യു.